നമുക്കിന്ന് സോയാബീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സോയാബീൻ ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം 2-3 പ്രാവശ്യം ഇത് വേറെ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വിട്ട് ചിലതൊക്കെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വെച്ചൊരു അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കി എടുക്കണം. ആദ്യം ഒരു 3 ടീസ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത് കോൺഫ്ലവർ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് ഇത് നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറവുണ്ടെങ്കിൽ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഇനി വേറൊരു മസാലയും കൂടെ നമ്മൾ തയ്യാറാക്കും. ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-1.5 ചേർക്കാം. ഇനി നമ്മൾ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ സോയാബീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടേസ്റ്റ് നമുക്ക് മുമ്പോട്ട് നിൽക്കുന്നതായിട്ട് തോന്നത്തില്ല. നമ്മൾ ഇപ്പം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരുന്ന നമ്മുടെ സോയാബീൻ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇതൊരു 3 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് കാണാം ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ മസാലയെല്ലാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള 2 അരിഞ്ഞത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ സോയാബീൻ വേവിച്ചപ്പോഴും പിന്നെ മസാല ഇട്ടപ്പോഴും നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ ഇതിൽ ഞാനിപ്പം എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ആ പാനിലേക്ക് തന്നെ സവാള ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. കാരണം എണ്ണ ഒഴിക്കാത്തത് സോയ ഫ്രൈ ചെയ്തപ്പം ഓൾറെഡി അതിലിപ്പം നല്ലതായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തത്. അതിനി ഇതിലേക്ക് ഇടുമ്പോൾ ആ എണ്ണ ഇതിലേക്ക് ഇറങ്ങും. ഇനിയും വേറെ എണ്ണയുടെ ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ഇടുവാണ്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ആണെങ്കിൽ 1 ചേർക്കാം. ചെറിയതാണെങ്കിൽ 2 തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് കട്ട് ചെയ്തിടാം. ഞാനിപ്പോൾ 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുവാണ്. ഒത്തിരി ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരണ്ട. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ശകലം പോലെ എണ്ണ ഇതിൽ ഒഴിച്ചിട്ടില്ല. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ആക്കി ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചില ആൾക്കാർ പറയാണ്ട് സോയ വെച്ചിട്ട് റെഡി ആയിട്ടില്ല എന്ന്. പക്ഷേ ഈ ഒരു മെത്തേഡ് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഇത്ര അടിപൊളി ടേസ്റ്റാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ വേറെ മസാലകളൊന്നും നമ്മൾ ആ ഉള്ളി വഴറ്റിയപ്പോഴൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പം
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.